ഏവർക്കും ഐതിഹ്യ കഥകളിലേക്ക് സ്വാഗതം. ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലെ അറയ്ക്കൽ ബീവി എന്ന കഥയാണ് നമ്മളിന്ന് പറയുന്നത്. അറയ്ക്കൽ ബീവിയുടെ സ്വദേശം ബ്രിട്ടീഷ് മലബാറിൽ ഉൾപ്പെട്ട ചിറയ്ക്കൽ താലൂക്കിൽ ചേർന്ന കണ്ണൂരും കുടുംബം ചിറയ്ക്കൽ തന്നെയുള്ള കോലത്തിരി രാജവംശത്തിൽ നിന്ന് പിരിഞ്ഞുപോയ ഒരു ശാഖയുമാണ്. ആ രാജവംശത്തിൽ നിന്ന് ഈ ശാഖ പിരിഞ്ഞുപോയതിൻ്റെ കാരണത്തെക്കുറിച്ചുള്ള ഐതിഹ്യം താഴെ പറയുന്നു. കൊല്ലവർഷം 4-ാം ശതാബ്ദം വരെ കോലത്തിരി രാജകുടുംബം കോലത്ത് നാട്ടിൻ്റെ അന്നത്തെ തലസ്ഥാനമായിരുന്ന ഏഴിമല കോട്ടയിലായിരുന്നു സ്ഥിരമായി താമസിച്ചിരുന്നത്. തദനന്തരം കുടുംബാംഗങ്ങൾ പല ശാഖകളായി വളരെ വർദ്ധിക്കുകയും കോലത്തിരി രാജാവും ശേഷം കൂറുവാഴ്ചക്കാരായ തമ്പുരാക്കന്മാരും തമ്മിൽ സ്പർദ്ധ മുഴുക്കുകയും ചെയ്യുകയാൽ ഓരോ ശാഖകൾ ഓരോരിക്കലായി മൂലകുടുംബത്തിൽ നിന്ന് പിരിഞ്ഞ് കത്തിമംഗലം, മാരിപ്പത്ത്, പഴയങ്ങാടി, ചെറുകുന്ന്, വളപട്ടണം, ചിറയ്ക്കൽ എന്നിങ്ങനെ പല സ്ഥലങ്ങളിൽ കോവിലകങ്ങൾ ഉണ്ടാക്കി താമസമുറപ്പിച്ചു. എന്നാൽ കോലത്തിരി രാജാവ് 7-ാം ശതാബ്ദം വരെ ഏഴിമല കോട്ടയിലെ കോവിലകത്ത് തന്നെയാണ് താമസിച്ചിരുന്നത്. ചിറയ്ക്കലുള്ള ആ സ്ഥലം കണ്ണൂരിൽ നിന്ന് 20 നാഴിക വടക്കാണ്. അവിടെയുള്ള ഏഴിമല എന്ന കുന്നിന്മേൽ ഇപ്പോഴും കോട്ടയുടെ നഷ്ടാവശിഷ്ടങ്ങൾ ചിലതെല്ലാം കാണാനുണ്ട്. ആ ഏഴുമലയിൽ നിന്ന് പടിഞ്ഞാറേ സമുദ്രത്തിലേക്ക് അല്പം ദൂരമേ ഉള്ളൂ. മലയുടെ താഴ്വരയിൽ 18 4 കെട്ടുകളോട് കൂടിയ ഒരു വലിയ കോവിലകം ഉണ്ടായിരുന്നു. ആ കോവിലകം ഇരുന്ന പറമ്പും വളരെ വലിയതായിരുന്നു. ആ പുരയിടത്തിൻ്റെ അടുക്കൽ കൂടി ഒരു നദി പ്രവഹിക്കുന്നുണ്ടായിരുന്നു. കോവിലകത്തിൻ്റെ ചുറ്റുമായി അനേകം ബ്രാഹ്മണാലയങ്ങളും പടയാളികളായ നായന്മാരുടെ 500 ഗൃഹങ്ങളും സ്വല്പം അകലെ ധനവാന്മാരും യുദ്ധവിദഗ്ധന്മാരുമായ ചില മുഹമ്മദീയരുടെ വീടുകളും ഉണ്ടായിരുന്നു. അക്കാലത്ത് ഏഴിമല കോവിലകത്ത് താമസിച്ചിരുന്ന അവിവാഹിതകളായ 2 കൊച്ചു തമ്പുരാട്ടിമാർ കോവിലകത്ത് നിന്ന് പുഴയിലേക്ക് മതിൽ കെട്ടി ഇറക്കിയിരുന്ന കുളക്കടവിലേക്ക് കുളിക്കാനായിട്ട് പതിവ് പോലെ ഒരു ദിവസം പോയിട്ട് പതിവിലധികം നേരം വെള്ളത്തിൽ കിടന്ന് ചാടുകയും മറിയുകയും സോത്സാഹം പുഴയുടെ മധ്യത്തിങ്കിലേക്ക് നീന്തുകയും ചെയ്ത് ക്രീഡിച്ചു. നവയൗവനയുക്തകളായിരുന്ന അവരുടെ ചോരത്തിളപ്പ് സ്വല്പസമയം കഴിഞ്ഞപ്പോൾ ഒട്ടു ശമിക്കുകയും 2 പേരും ക്ഷീണിക്കുകയും ചെയ്തു. അതിനാൽ അനുജത്തിയായിരുന്ന കൊച്ചു തമ്പുരാട്ടി നീന്തി കരയ്ക്കു കയറി. ജ്യേഷ്ഠത്തിയായിരുന്ന മറ്റേ കൊച്ചു തമ്പുരാട്ടി കരയിലേക്ക് നീന്തിയിട്ട് കയ്യും കാലും കുഴിഞ്ഞു പോവുകയാൽ കരയിലെത്താൻ സാധിക്കാതെ ഒഴുക്കിലകപ്പെട്ട് താഴ്ന്നുപോയി തുടങ്ങി. കരയിൽ നിന്നിരുന്ന കൊച്ചു തമ്പുരാട്ടി അത് കണ്ട് പരിഭ്രമിച്ച് ഉറക്കെ നിലവിളിച്ചു. അപ്പോൾ സ്വല്പം ദൂരെ പുഴക്കടവിൽ തന്നെ കുളിച്ചുകൊണ്ട് നിന്നിരുന്ന യുവാവും സുമുഖനുമായിരുന്ന ഒരു മുഹമ്മദീയൻ നിലവിളി കേട്ട് ഈ കടവിൽ ഓടിയെത്തുകയും സംഗതി മനസ്സിലാവുകയാൽ തൻ്റെ 2-ാം മുണ്ടുകൂടി അരയിൽ മുറുക്കി കെട്ടിക്കൊണ്ട് വെള്ളത്തിൽ ചാടി രാജകുമാരിയുടെ കൈ പിടിച്ച് കരയോടടുപ്പിച്ചിട്ട് കരയ്ക്കു കയറുകയും ചെയ്തു. രാജകന്യക നിലയുള്ള സ്ഥലമായിട്ടും കരയ്ക്കു കയറാതെ കഴുത്തോളം വെള്ളത്തിൽ തന്നെ നിന്നതേയുള്ളൂ. ബുദ്ധിമാനായിരുന്ന ആ മുഹമ്മദീയൻ അതിൻ്റെ കാരണമറിഞ്ഞ് തൻ്റെ അരയിൽ കെട്ടിയിരുന്ന രണ്ടാം മുണ്ട് നനഞ്ഞിരുന്നുവെങ്കിലും കോടിയായിരുന്നതിനാൽ അതഴിച്ച് രാജകുമാരിക്ക് എറിഞ്ഞു കൊടുത്തതിന് ശേഷം അവിടെ നിൽക്കാതെ വീട്ടിലേക്ക് പോയി. രാജകുമാരി ഉടുത്തിയിരുന്ന വസ്ത്രം ഒഴുക്കിൻ്റെ ശക്തിയാൽ വെള്ളത്തിൽ പൊയ്പോയത് കൊണ്ടായിരുന്നു കരയ്ക്കു കയറാതെ വെള്ളത്തിൽ തന്നെ നിന്നിരുന്നത്. അപ്പോൾ ആ മുഹമ്മദീയൻ്റെ 2-ാം മുണ്ട് കിട്ടിയതിനാൽ അതുടുത്തുകൊണ്ട് കരയ്ക്കു കയറി കുളിപ്പുരയിൽ ചെന്ന് കുളി കഴിച്ചു. അപ്പോഴേക്കും തുണയ്ക്ക് വേണ്ടുന്ന ദാസിമാർ അവിടെ എത്തുകയാൽ അവരോടുകൂടി ആ കന്യകമാർ കോവിലകത്തേക്ക് പോവുകയും ചെയ്തു. ഈ വർത്തമാനമെല്ലാം ക്ഷണനേരം കൊണ്ട് ദാവാഗ്നി എന്ന പോലെ ആ ദിക്കിൽ സർവത്ര പരക്കുകയും ആപത്തിൽ നിന്ന് രക്ഷപ്രാപിച്ച ആ കന്യകയുടെ മാതുലനായിരുന്ന കോലത്തിരി രാജാവിൻ്റെ കർണങ്ങളിലെത്തുകയും ചെയ്തു. തൻ്റെ ഭാഗിനിയെ ആ അത്യാപത്തിൽ നിന്ന് രക്ഷിച്ച മുഹമ്മദീയനെ കുറിച്ച് വളരെ സന്തോഷം തോന്നുകയാൽ തമ്പുരാൻ ഉടനെ ആളെ അയച്ച് ആ മുഹമ്മദീയനെ കോവിലകത്ത് വരുത്തി. അപ്പോൾ ആ യുവാവ് തൻ്റെ സൈന്യത്തിൽ ചേർന്നിട്ടുള്ള ഒരു ഭടനാണെന്ന് കൂടി അറിയുകയാൽ തമ്പുരാന് അയാളെക്കുറിച്ചുള്ള സന്തോഷം പൂർവാധികം വർദ്ധിക്കുകയും അയാൾക്ക് അനേകം സമ്മാനങ്ങളും വളരെ വസ്തുവകകളും പട്ടാളത്തിൽ ഉയർന്ന തരത്തിലുള്ള ഒരു ഉദ്യോഗവും കൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. നീരാട്ടുകുളി കഴിഞ്ഞ് കോവിലകത്തേക്ക് ചെന്ന രജകന്യകമാരിൽ മൂത്ത കന്യക അകത്തു കടക്കാതെ അവിടുത്തെ തന്നെ ഉണ്ടായിരുന്ന ഉപഗ്രഹത്തിൽ ചെന്നിരുന്നു. അമ്മത്തമ്പുരാട്ടി മുതലായ തമ്പുരാട്ടിമാരും മറ്റും വളരെയൊക്കെ പറയുകയും നിർബന്ധിക്കുകയും ചെയ്തിട്ട് ആ കന്യക അവിടെ നിന്ന് ഇളകിയില്ല.
ഗുരുജനങ്ങൾ നിർബന്ധിച്ചപ്പോൾ ആ രാജകുമാരി വെള്ളത്തിൽ നിന്ന് എന്നെ പിടിച്ചു കയറ്റിയപ്പോൾ ആ മുഹമ്മദിയൻ എൻ്റെ പാണിഗ്രഹണം കഴിച്ചു. പിന്നെ നനഞ്ഞതെങ്കിലും കോടിയായ ഒരു മുണ്ട് എനിക്കുടുക്കുവാൻ അയാൾ തരികയും ചെയ്തു. ഇത് രണ്ടും കൊണ്ട് എൻ്റെ വിവാഹകർമ്മം മിക്കവാറും കഴിഞ്ഞിരിക്കുന്നു. രാജകന്യകമാരെ മുഹമ്മദിയർ വിവാഹം കഴിക്കുക വിഹിതമല്ലല്ലോ. അതിനാൽ ഞാനിപ്പോൾ ഭ്രഷ്ടയായിരിക്കുന്നു. എനിക്കിനി അകത്തു കടക്കാൻ പാടില്ല എന്നാണ് സമാധാനം പറഞ്ഞത്. ഈ വർത്തമാനം അറിഞ്ഞപ്പോൾ കോലത്തിരി തമ്പുരാൻ എന്ത് ചെലവ് വന്നാലും തക്കതായ വൈദിക പ്രായശ്ചിത്തങ്ങൾ ചെയ്യിച്ച് രാജകുമാരിയെ ശുദ്ധീകരിച്ച് വീണ്ടെടുക്കണമെന്ന് തീർച്ചപ്പെടുത്തി ആളുകളെ അയച്ച് വൈദികന്മാരെയെല്ലാം വരുത്തി വിവരം പറഞ്ഞു. അത് കേട്ട് വൈദികന്മാർ പണം തട്ടാൻ ഇതുതന്നെ തരം എന്ന് കരുതി പലവിധ പ്രായശ്ചിത്തങ്ങൾക്കും ചാർത്തുണ്ടാക്കി കൊടുക്കുകയും പ്രായശ്ചിത്തം നടത്തിക്കാൻ വേണ്ടുന്നവരൊക്കെ വന്നു ചേർന്നാൽ എല്ലാം കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോകുന്നവരെ 2 നേരവും വലിയ സദ്യയും വേണം എന്നറിയിക്കുകയും ചെയ്തു. അതൊന്നുകൊണ്ടും തമ്പുരാന് ഒരു കൂസലും ഉണ്ടായില്ല. ദിവസം നിശ്ചയിച്ച് വിവരം അറിയിക്കാം എന്ന് പറഞ്ഞ് വൈദികന്മാരെയെല്ലാം യഥോചിതം സൽക്കരിച്ച് മടക്കി അയച്ചു. കോലത്തിരി തമ്പുരാൻ വൈദിക പ്രായശ്ചിത്തം കൊണ്ട് തൻ്റെ ഭാഗിനിയെ ശുദ്ധീകരിച്ച് വീണ്ടെടുക്കുവാൻ നിശ്ചയിച്ചതിന് ശേഷം ആ വിവരം ചില സ്ത്രീജനങ്ങൾ മുഖാന്തരം ആ രാജകുമാരിയെ അറിയിച്ചു. അതുകൊണ്ടും ആ രാജകുമാരിയുടെ നിശ്ചയത്തിന് ലേശവും ഇളക്കമുണ്ടായില്ല. പിന്നെ തമ്പുരാൻ തന്നെ ആ ഭാഗിനിയുടെ അടുക്കൽ ചെന്ന് വളരെ നിർബന്ധിച്ചു നോക്കി. അതുകൊണ്ടും ഫലമൊന്നും ഉണ്ടായില്ല. വിദൂഷിയായ ആ രാജകന്യകയുടെ നിശ്ചയത്തിന് ഇളക്കം വരുത്തുക എന്നുള്ളത് ആരാലും സാധ്യമല്ലെന്ന് ഉറപ്പു വരികയാൽ കോലത്തിരി തമ്പുരാൻ കോവിലകത്തുണ്ടായിരുന്ന ശേഷം തമ്പുരാക്കന്മാരോടും മറ്റും ആലോചിച്ച് എല്ലാവരുടെയും സമ്മതപ്രകാരം പ്രധാന കോവിലകത്തോടടുത്ത് തന്നെ കെങ്കേമമായിട്ട് വേറെ ഒരു കോവിലകം പണിയിച്ച് രാജകന്യകയുടെ താമസം അവിടെ ആക്കുകയും ആ രാജകുടുംബത്തിൽ ശേഷമുണ്ടായിരുന്ന തമ്പുരാട്ടിമാരെ പോലെ സുഖമായി കഴിഞ്ഞുകൂടുവാൻ തക്കവണ്ണമുള്ള വസ്തുവകകളും പണ്ടങ്ങളും പാത്രങ്ങളും മറ്റുമെല്ലാം കൊടുക്കുകയും പ്രാണരക്ഷ ചെയ്ത ആ യുവാവിനെ കൊണ്ട് തന്നെ മുഹമ്മദീയ വിധിപ്രകാരം ആ രാജകന്യകയെ കല്യാണം കഴിപ്പിക്കുകയും ചെയ്തു. അക്കാലം മുതൽ ആ രാജകുമാരിയുടെ നാമധേയം അറയ്ക്കൽ ബീവി എന്നായി തീർന്നു. തിരുവിതാംകൂർ മഹാരാജ കുടുംബത്തിലെയും മറ്റും കൊച്ചു തമ്പുരാട്ടിമാരെ പള്ളിക്കെട്ട് കഴിക്കുന്ന കോയി തമ്പുരാക്കന്മാരെ എന്ന പോലെ ഈ ബീബിയുടെ കല്യാണം കഴിച്ച മുഹമ്മദിയനെയും ചെലവിനെല്ലാം കൊടുത്ത് ബീബിയുടെ കൂടെ തന്നെ താമസിപ്പിച്ചു. അയാൾക്ക് വേണ്ടുന്ന പരിചാരകന്മാരെയും നിയമിച്ചു കൊടുത്തു. വസ്തുവകകളുടെ ഉടമസ്ഥതയും കൈകാര്യ കർത്തൃത്വവും ബീബിക്ക് തന്നെയായിരുന്നു. കാര്യങ്ങളെല്ലാം ശരിയായി നോക്കി ഭരിച്ചിരുന്നതിനാൽ അറയ്ക്കൽ ബീവി എന്നുള്ള നാമം ലോകപ്രസിദ്ധമായി തീരുകയും ചെയ്തു. അറയ്ക്കൽ ബീവിയുടെ സന്താന പരമ്പരയിൽ ഉൾപ്പെട്ട പുരുഷന്മാരെ അറയ്ക്കൽ രാജാക്കന്മാർ എന്നാണ് പറഞ്ഞു വരുന്നത്. മുഹമ്മദീയ സ്ത്രീകൾ ഘോഷാ സമ്പ്രദായം സ്വീകരിച്ചിട്ടുള്ളവരാകിയാൽ അവരെ അന്യപുരുഷന്മാർക്ക് കാണാൻ പാടില്ലെന്നാണല്ലോ വെച്ചിരിക്കുന്നത്. എന്നാൽ കോലത്തിരി രാജാവിൻ്റെ വംശജരായ ചിറയ്ക്കൽ കോവിലകത്തുള്ള തമ്പുരാക്കന്മാർക്ക് അറയ്ക്കൽ ബീവിയെ കാണുന്നതിന് യാതൊരു വിരോധവുമില്ല. ചിറയ്ക്കൽ കോവിലകത്തുള്ള തമ്പുരാക്കന്മാർ അവിടെ എഴുന്നള്ളിയാൽ അമൂല്യങ്ങളായ തിരുമുൽ കാഴ്ചകൾ വെച്ചാണ് അറയ്ക്കൽ രാജാക്കന്മാർ മുഖം കാണിക്കുക പതിവ്. കോലത്തിരി രാജവംശരായി തിരുവിതാംകൂറിലുള്ള തമ്പുരാക്കന്മാർ ചെന്നാലും അറയ്ക്കൽ ബീവികളെ കാണുന്നതിന് വിരോധമില്ലെന്നാണ് വെച്ചിരിക്കുന്നത്. ഇവർക്കും അറയ്ക്കൽ രാജാക്കന്മാർ തിരുമുൽ കാഴ്ച വയ്ക്കുകയും മറ്റും പതിവുണ്ട്. അറയ്ക്കൽ രാജകുടുംബത്തിലും ഐശ്വര്യം ക്രമേണ വളരെ വർദ്ധിക്കുകയാൽ ജനങ്ങൾ ചിറയ്ക്കൽ പകുതി അറയ്ക്കൽ എന്ന് പറഞ്ഞ് ആ കുടുംബത്തെ പുകഴ്ത്തുകയാൽ അതൊരു പഴഞ്ചൊല്ലായി തീർന്നു. ഇനി ഈ അറയ്ക്കൽ കുടുംബം കണ്ണൂരിലായി തീർന്നത് എങ്ങനെയെന്നുകൂടി ചുരുക്കത്തിൽ താഴെ പറഞ്ഞുകൊള്ളുന്നു. കൊല്ലവർഷം 7-ാം ശതാബ്ദത്തിന്റെ ആദ്യകാലത്ത് കോലത്തിരി രാജാവിന്റെ പ്രധാന മന്ത്രിയായിരുന്ന അരയൻകുളങ്ങര നായർ മുഹമ്മദ് മതം സ്വീകരിച്ച് ഒരു മുഹമ്മദാലിയായി തീർന്നു. പിന്നെയും അയാൾ കോലത്തിരി തമ്പുരാന്റെ മന്ത്രിസ്ഥാനം ഉപേക്ഷിച്ചില്ല. ആ മുഹമ്മദാലി തന്റെ സ്വാമിയായ തമ്പുരാന്റെ അനുവാദത്തോടുകൂടി അറയ്ക്കൽ കൊട്ടാരത്തിൽ നിന്ന് ഒരു ബീബിയെ കല്യാണം കഴിച്ചു. അയാളുടെ കാലാനന്തരം അയാളുടെ പുത്രന്മാരായ മമ്മാലിക്കിടാവുകൾ കോലത്തിരി തമ്പുരാന്റെ പ്രധാന സേവകന്മാരെ തീർന്നു. അവരിൽ കോലത്തിരി രാജാവിൻ്റെ സേനാനായകനായി തീർന്ന ആലിമൂസ എന്ന യുദ്ധവിദഗ്ധൻ മാലദ്വീപുകൾ പിടിച്ചടക്കി തൻ്റെ സ്വാമിക്ക് കൈവശപ്പെടുത്തി കൊടുത്തു. കോലത്തിരി തമ്പുരാൻ ഏറ്റവും സന്തോഷിച്ച് ആ ദ്വീപുകളിൽ നിന്ന് കൊല്ലം തോറും കിട്ടുന്ന പാട്ടത്തിൽ നിന്ന് ആലിമൂസ ഖാനും അയാളുടെ കുടുംബത്തിനും എന്നും അനുഭവിക്കാനായി 18,000 പണവും കണ്ണൂരിൽ അവിടേക്ക് ഉണ്ടായിരുന്ന ഒരു വലിയ കോട്ടയും കാനത്തൂര്, കാനോത്ത് ചാല് എന്നീ 2 ദേശങ്ങളും സമ്മാനമായി കൊടുത്തു. തദനന്തരം കൊല്ലവർഷം 740 കോലത്തിരി തമ്പുരാൻ ഏഴുമല കോട്ട വിട്ട് വളപട്ടണം കോട്ടയിലും
ആലിമൂസയും അറയ്ക്കൽ കുടുംബവും തമ്പുരാൻ കൽപ്പിച്ചു കൊടുത്ത കണ്ണൂർ കോട്ടയിലും താമസമാക്കി. അതിനുശേഷം 745 ആലിമൂസയുടെ സഹായത്താൽ കോലത്തിരി തമ്പുരാൻ ലക്ഷദ്വീപുകളെ ആക്രമിച്ച് പിടിച്ചടക്കുകയും ആ ദ്വീപുകളെ ആണ്ടുതോറും 6000 പണം കപ്പം കൊടുക്കണമെന്ന് നിശ്ചയത്തോടുകൂടി അറയ്ക്കൽ ബീവിക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തു. അതുകൂടാതെ കോലത്തിരി തമ്പുരാൻ ആലിമൂസയ്ക്ക് ആഴിരാജാവ് എന്നൊരു സ്ഥാനവും കൽപ്പിച്ചു കൊടുത്തു. അത് കാലക്രമേണ ഭേദപ്പെട്ട് ആലിരാജാവ് എന്നായി തീർന്നു. ഇപ്പോൾ ആഴിരാജാവെന്ന് ആരും പറയാറില്ല. എല്ലാവരും ആലിരാജാവ് എന്ന് തന്നെയാണ് പറഞ്ഞു വരുന്നത്. അനന്തരം മലബാർ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ അധീനതയിലായതിനു ശേഷം അന്നത്തെ ബീബി ലക്ഷദ്വീപുകൾ കൂടി നോക്കി ഭരിക്കുവാനായി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ ഏൽപ്പിച്ചു. ആ ദ്വീപുകളിൽ നിന്നുണ്ടാകുന്ന ആദായത്തിൽ നിന്ന് ഒരു ഭാഗം ആണ്ടുതോറും ബീബിക്ക് കൊടുക്കണമെന്നുള്ള നിശ്ചയത്തോടു കൂടിയാണ് അങ്ങനെ ചെയ്തത്. എങ്കിലും ബ്രിട്ടീഷ് ഗവൺമെൻറ് ബീബിക്ക് യാതൊന്നും കൊടുക്കാതെ ആ ദ്വീപുകൾ സ്വന്തമെന്ന പോലെ കൈവശം വെച്ച് ആദായങ്ങൾ മുഴുവനും എടുത്തുകൊണ്ടിരുന്നു. ഏകദേശം 20 കൊല്ലങ്ങൾക്ക് മുൻപ് ആലിരാജാവ് അവർകളും ബ്രിട്ടീഷ് ഗവൺമെൻറ്റും തമ്മിൽ ലക്ഷദ്വീപുകളെ സംബന്ധിച്ച് കേമമായിട്ട് ഒരു വ്യവഹാരമുണ്ടായി. ഒടുക്കം ബ്രിട്ടീഷ് ഗവൺമെൻറ് ആണ്ടുതോറും തക്കതായ ഒരു നല്ല സംഖ്യ അറയ്ക്കൽ രാജകുടുംബത്തിലേക്ക് കൊടുത്തുകൊള്ളാമെന്ന് സമ്മതിക്കുകയാൽ ആ വ്യവഹാരം രാജിയായിട്ട് തീർന്നു. ബ്രിട്ടീഷ് ഗവൺമെൻറ് ആ സംഖ്യ ഇപ്പോഴും ആണ്ടുതോറും അറയ്ക്കൽ രാജകുടുംബത്തിലേക്ക് കൊടുത്തു വരുന്നുണ്ട്. ഇതുകൂടാതെ ചിറയ്ക്കൽ രാജകുടുംബത്തിലുള്ള സകലർക്കും ബ്രിട്ടീഷ് ഗവൺമെൻറ് പണ്ട് തന്നെ മാലിഖാൻ അനുവദിച്ചിട്ടുമുണ്ട്. ഇന്നും അറയ്ക്കൽ കോവിലകത്തുള്ളവരും ചിറയ്ക്കൽ രാജകുടുംബത്തിലുള്ളവരും ഏറ്റവും മൈത്രിയോടും വിശ്വസ്തയോടും കൂടി തന്നെയാണ് വർത്തിച്ചു പോരുന്നത്. ആ 2 വിശിഷ്ട സ്ഥാനങ്ങളിലും ക്ഷേമവും ഐശ്വര്യവും എന്നും ഉപരിയുപരി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിന് സർവേശ്വരൻ സദയം സഹായിക്കുമാറാകട്ടെ. ഇങ്ങനെയാണ് ശ്രീ കൊട്ടാരത്തിൽ ചങ്കുണ്ണി തൻ്റെ ഐതിഹ്യമാലയിൽ അറയ്ക്കൽ ബീവിയെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ബോറടിച്ച് കാണത്തില്ല എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു കഥയുമേ നമുക്ക് നാളെ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും എൻ്റെ നന്ദി.